തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മെയ് മാസം ഊരും പേരും അറിയാത്ത ഒരാൾ എത്തി. അപകടത്തിൽ പരിക്കേറ്റ നിലയിലായിരുന്നു. പരിശോധനയിൽ രോഗിക്ക് മാനസികാരോഗ്യ പ്രശ്നമുള്ളതായി കണ്ടെത്തി. 7 മാസം ആശുപത്രി ജീവനക്കാർ രോഗിയെ സംരക്ഷിച്ചു. ഒടുവിൽ രോഗിയുടെ വീട്ടുകാരെ കണ്ടെത്തി സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാണാം ആ നന്മയുടെ കാഴ്ച. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ആരെന്നോ എന്തെന്നോ അറിയാതെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗി എത്തിയത്. ആന്ധ്രാപ്രദേശുകാരനായ ഈ രോഗിയെ ഇപ്പോൾ ഇതാ സ്വന്തം ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ. ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് ഷിൻഡക് ഡോക്ടറാണ്. ഷിൻഡക് ഡോക്ടർ ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട്. പേഷ്യനെ ട്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് തെലുങ്കനെ സംസാരിക്കുന്ന വേറൊരു സൈക്യാട്രി ജയറിന്റെ ഹെൽപ്പ് എടുത്തു. ഡോക്ടർ പ്രമദ്ദുര, റേഡിയോതെറാപ്പി ജയറ. ആ മാഡത്തിന്റെ ഹെൽപ്പ് എടുത്തിട്ട് മാഡം ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. മാഡം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെയർ അബൌട്ട്സ് ഏകദേശം കറക്റ്റ് ആണെന്ന് തോന്നി, ആൾ ഓറിയന്റഡ് ആണെന്ന് തോന്നി, പറഞ്ഞ കറക്റ്റ് ആണെന്ന് തോന്നി. അതിനുശേഷം മാഡം തന്നെ ഇനീഷ്യേറ്റ് എടുത്ത് മാഡത്തിന്റെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്തു. ഹസ്ബൻഡ് അവിടുത്തെ കോൺസ്റ്റബിളിനെ കണക്ട് ചെയ്തു. കോൺസ്റ്റബിൾ നമുക്ക് അവിടുന്ന് SIയുടെ നമ്പർ കിട്ടി. SIക്കാണ് ഇംഗ്ലീഷ് കുറച്ച് വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്നത്. ആ സാറിന് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തു, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു, അറിയുന്ന കാര്യങ്ങൾ മൊത്തം അയച്ചു കൊടുത്തു. അപ്പോൾ ആ സാറാണ് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് തിരിച്ചയക്കുന്നത്. വന്നപ്പോഴത്തെ പേഷ്യന്റിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ആളെങ്ങനെ ഇവിടെ എത്തിയത്? പേഷ്യന്റ് ആക്ച്വലി പുതിയ മെഡിക്കൽ കോളേജിൽ സർജറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അഡ്മിഷൻ വന്നത്. പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടക്കുന്നത് കണ്ടിട്ട് നാട്ടുകാരും പിന്നെ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണ് അവിടെ എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 2 കാലിലേക്കും നല്ല ഡീപ്പായിട്ട് മുറിവുണ്ടായിരുന്നു. അത് നമുക്ക് തുന്നി എടുക്കാൻ സ്റ്റിച്ച് ഇടാൻ ബുദ്ധിമുട്ടുള്ള മുറിവായിരുന്നു. തന്നെ ഡ്രസ്സ് ചെയ്ത് തൂർന്ന് വരണം, അങ്ങനത്തെ ഡീപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ തന്നെ സൈക്യാട്രിക് ഇൽനെസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പേഷ്യന്റ് അഗ്രസീവ് ഒക്കെ ആയിരുന്നു. ചെസ്റ്റ് എക്സ്റേ വഴിയാണ് നമ്മൾ TB ഡയഗ്നോസ് ചെയ്തത്. പിന്നെ TBയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് ഇവിടെ TB വാർഡിലേക്ക് പേഷ്യന്റ് അഡ്മിഷൻ വരുന്നത്. ഈ ഡിസംബറിലേക്ക് 7 മാസമായി. എന്തായാലും സേവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നല്ല സന്തോഷമായില്ലേ? സന്തോഷമാണ്, ഒത്തിരി സന്തോഷമാണ്. അതിൽ ഒരുപാട് വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ സ്റ്റാഫാണ്, നമ്മുടെ ഗ്രേഡ് 2 സിസ്റ്റർമാര്, നഴ്സിംഗ്. ഇപ്പം അവരുടെ വീട്ടുകാരാണ് ഈ വന്നിട്ടുള്ളേ. നൗ യു ഗെറ്റ് ബാക്ക് യുവർ ബ്രദർ. വാട്ട് യു ഫീൽ നൗ? Very happiness, madam. The scientist sir and madam and the service nurse. Very thankful, madam. Very thanks. అసలు ఇటువంటి సర్వీస్ ఎక్స్పెక్ట్ చేయలేదు మేడం. ఇలాంటి సర్వీస్ ఏ గవర్నమెంట్ చేసి ఉండదు మేడం. అసలు ఇలా ప్రతి హాస్పిటల్లో కూడా ఎలాగే ఉంటే ఎవ్రీ లైఫ్ కూడా సేవ్ చేసిన వాళ్ళు అవుతారు మేడం. అసలు చాలా థ్యాంక్స్ మేడం. చాలా థ్యాంక్స్ మేడం. చాలా సార్ వెరీ వెల్ సపోర్టెడ్ సార్. సైంటిక్ సార్ వెరీ గుడ్ ఇన్ఫర్మేషన్. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് മാഡം. അപ്പൊ അങ്ങനെയാണ് ഈ പേഷ്യന്റിന്റെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനോടുള്ളത്. അത്ര നല്ല സേവനമായിരുന്നു ഇവരുടെ. അങ്ങനെ സുരക്ഷിതമായ കയ്യിൽ ആ ഒരു രോഗിയെ എത്തിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും റെജീന ഡേസി ജോസഫ്, മനോരമ ന്യൂസ്.